നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു തുക തടസ്സം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ, ഇനി പുതിയതായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഡിസംബർ മാസം മുതൽ 22ാം ഗഡുവിന്റെ വിതരണം ആരംഭിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അർഹരായിട്ടുള്ള കൂടുതൽ ആളുകളെ ഈ ഒരു പദ്ധതിയിൽ അംഗമാക്കുവാനും ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഭാഗക്കാരെ ഒഴിവാക്കാനുമുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതിയ അപേക്ഷകൾ നൽകുവാൻ സാധിക്കും. പുതിയ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു അടുത്ത് പുതിയതായി ഭൂമി വാങ്ങി കൃഷി ചെയ്യുന്നവർക്ക് അംഗങ്ങളാകുവാൻ സാധിക്കുകയില്ല. പദ്ധതി ആരംഭിച്ച സമയത്ത് ആ ഒരു സമയങ്ങളിൽ കൃഷിഭൂമി ഉണ്ടായിരുന്ന നിരവധി കർഷകർക്ക് ആ ഒരു സമയത്ത് പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ അവസരം നൽകുന്നത്. അങ്ങനെയുള്ള കർഷകർക്ക് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരമാണ് വെബ്സൈറ്റ് വഴി ഒരുക്കിയിട്ടുള്ളത്. അതായത് 2018 വരെ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. അതിനുശേഷം ഭൂമി വാങ്ങിയവർക്ക് അപേക്ഷിക്കുവാനും സാധിക്കുകയില്ല. പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 2018-19 കരമടച്ചതിന്റെ പകർപ്പും ഇതിനായി അപ്ലോഡ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, ആ ഒരു ഭൂമി ഇപ്പോഴും അപേക്ഷകന്റെ കൈവശമാണ് ഉള്ളതെന്ന് തെളിയിക്കുന്നതിനായി പുതിയതായി കരമടച്ച രസീതിന്റെ പകർപ്പും അപ്ലോഡ് ചെയ്യണം. ഭൂമിക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല. കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു പദ്ധതി. അതായത് ഒരു കിസാൻ സമ്മാൻ നിധി കർഷകരെ പ്രോത്സാഹിപ്പിച്ച് ഓരോ കുടുംബങ്ങളും ശാക്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ വേണ്ട രേഖകൾ എന്ന് പറയുന്നത് റേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ കോപ്പി, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, കരമടച്ച രസീത് എന്നിവയാണ് സമർപ്പിക്കേണ്ട രേഖകൾ. പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം. അതായത് ആധാർ അധിഷ്ഠിതമായാണ് ഈ ഒരു തുക വിതരണം നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് OTP വരണം എന്നുണ്ടെങ്കിലും ആധാർ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC സെന്ററുകൾ വഴിയോ അപേക്ഷകൾ നൽകാവുന്നതാണ്. ഒരു കുടുംബത്തിന് ഒരംഗത്തിന് മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. സർക്കാർ പൊതുമേഖലാ ജീവനക്കാരും പെൻഷൻകാരും ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ, പ്രൊഫഷണൽ ജോലി എടുക്കുന്നവർ, നഗരസഭ ചെയർപേഴ്സൺ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. കൂടുതൽ പേർക്ക് കൂടുതൽ PM കിസാൻ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കൊപ്പം തന്നെ അനർഹമായി ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്ന നടപടികളും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അനർഹമായ ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നും 416 കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ ഒരു അടുത്ത കാലത്ത് തിരിച്ചു പിടിച്ചിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായി ഒരു ആനുകൂല്യം നേടിയെടുക്കുന്നുവെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ ഏകദേശം 25 ലക്ഷത്തിലധികം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് അനർഹമായി കണ്ടെത്തിയ ആനുകൂല്യം പിടിച്ചെടുത്ത് തിരിച്ചു നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ 7694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ടും നൽകിയിരുന്നു. ഇതിൽ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് 33 പേരും അനധികൃതമായി ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയാണ് നടപടി വരിക. അർഹരായിട്ടുള്ള ഒരു ഗുണഭോക്താവും ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയില്ല. അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി തന്നെ ഈ ഒരു തുക എത്തിച്ചേരും. ഇനി അർഹതയുണ്ടായിട്ടും ഈ ഒരു തുക തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ, അതായത് www.pmkisan.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ആധാർ നമ്പർ നൽകി അതിന് താഴെയുള്ള ക്യാപ്ച കോഡ് നൽകിയതിനു ശേഷം നിങ്ങളുടെ വിവരങ്ങൾ, അതായത് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കാൻ സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. ആ ഒരു തടസ്സങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള മാസങ്ങളിൽ, അതായത് തുടർന്നുള്ള ഗഡുക്കൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇനി 22ാം ഗഡുവാണ് ഗുണഭോക്താക്കളിലേക്ക് വരുന്നത്. 4 മാസത്തെ ഇടവേളകളിലാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 6000 രൂപ സൗജന്യമായ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുന്നത്. തീർത്തും സൗജന്യമായി ലഭിക്കുന്ന ഈ ഒരു തുക ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ, അതായത് 2018 വരെ കൃഷിഭൂമിയുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ അപേക്ഷകൾ നൽകാവുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.